വെട്ടടാ. കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. എന്നിട്ട് എന്താക്കിടാ? ഞങ്ങളൊരു ഓട്ടോയിൽ അങ്ങോട്ട് വരുക. നീ എന്തായാലും വാ, കാറ് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ ഓപ്പൺ ഉണ്ടാക്കാം. നിന്റെ വീട്ടിലോട്ടുള്ള വഴി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എടാ ഞാൻ പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് അല്പം ഫ്രണ്ടോട്ട് വരുമ്പോൾ ഒരു വളമുണ്ട്, ആ അവിടെ 4ാമത്തെ വീടാണ്. നീ വാ, ഞാൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക്. ഓക്കേടാ ഓക്കേടാ. അല്ലേ എത്ര നാളെ കണ്ടിട്ട്? സുഖമല്ലേ? എടാ അമ്മ എന്തേ? വാ അതുണ്ടോ? ചേട്ടാ ഇവിടെ മാല കാണുന്നില്ല. നീ വരുമ്പോ ഇട്ട് കൊടുത്തില്ലായിരുന്നു? പിന്നെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെൻഷനാകാണ്. ആ ഓട്ടോ എല്ലാം വീടാണ്, നമുക്ക് നോക്കാം. നീ അകത്ത് നോക്കും, ഞങ്ങൾ നോക്കട്ടെ. ചേട്ടാ ചേട്ടാ മോളുടെ മാല കാണുന്നില്ലായിരുന്നു. ഓട്ടോ എല്ലാം വീണ് കാണും, ഒന്ന് നോക്കട്ടെ. ഞാനിതാ പോലെ നോയിക്കും. ഇവിടെ ഒന്നും താനെടുത്ത മാല ഇങ്ങനെ മോനെ ഞാനൊന്നും എടുത്തില്ല. ഞങ്ങൾ കണ്ടല്ലോ താൻ ബാക്ക് സീറ്റിൽ നിന്ന് എടുക്കുന്നത്. ഞാൻ വെള്ളം കുടിച്ചിട്ട് കുത്തിവെക്കുകയായിരുന്നു. എന്റെ അഭിനയൊക്കെ കറക്റ്റ്. നീ എന്ത് കൈയെടുത്തേ? ഹലോ ഹലോ ചേട്ടാ, മാല കിട്ടിയേ. മോളുടെ ഡ്രസ്സിൽ കുടുങ്ങി കിടന്നതാ. മാല കിട്ടി, വാ പോവാം. എന്ത് പോക്കാടാ ഈ പോന്നെ? ഇത്രയും കാട്ടി കൂട്ടിയിട്ട് നീ ഒരു സോറി ഇങ്ങനെ പറഞ്ഞിട്ട് പോയെ? സോറി ചേട്ടാ ക്ഷമിക്കണം, ഒരു തെറ്റുപറ്റി പോയതാ. അവനൊരു പ്രത്യേക മൈൻഡ്, അതിനുവേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. അതൊന്നും സാരമില്ല മോനെ. ഞാൻ 10-40 കൊല്ലമായി വണ്ടി ഓടിക്കുന്നു. ഒരുപാട് സ്വർണവും പണവും എല്ലാം ഈ വണ്ടിയിലിരുന്ന് കിട്ടിയിട്ടുണ്ട്. ആളെ കണ്ടില്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. അല്ലാതെ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോക്കാരും വീട്ടിൽ പോകാറില്ല. ഇനി ആയിരുന്നെങ്കിൽ ഈ പ്രായത്തിലും എനിക്ക് ഈ വണ്ടി ഓടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചേട്ടാ ഇത് വെച്ചോ. ഇല്ല വേണ്ട മോനെ, ഞാൻ ഓടിയതിനുള്ള കാശ് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കത് മതി. മോനെ ഇപ്പോൾ കുറച്ച് ഓട്ടം നടക്കുന്ന സമയമാണ്. ഞാൻ ഓടിയില്ല, എൻ്റെ വീട് പട്ടിണിയായി പോകും. ഞാൻ പോട്ടെ.